തൃശൂർ ശക്തൻ തമ്പുരാൻ പ്രതിമയുടെ പുനർ അനാച്ഛാദനം സംബന്ധിച്ച വിവാദം പുതിയ തലത്തിലേക്ക്. പ്രതീകാത്മക അനാച്ഛാദനം നടത്തി ബിജെപി. അനാച്ഛാദനത്തിന് ഇനിയില്ലെന്ന് മേയർ. പ്രതിഷേധവുമായി കോൺഗ്രസ്. താൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്കെതിരെ വ്യാജവാർത്ത ചമച്ചെന്നാരോപിച്ച് സ്വകാര്യ വാർത്താ ചാനലിനെതിരെ മുൻ എംഎൽഎ അനിൽ അക്കരയുടെ പരാതി. സിറ്റി പോലീസ് കമ്മീഷണർക്കുൾപ്പെടെ പരാതി നൽകി അനിൽ അക്കര. കോൺഗ്രസ് ബിജെപി ബന്ധം വ്യക്തമായി LDF കൺവീനർ KV അബ്ദുൽ ഖാദർ. കാണ്ടാണിയിൽ രോഗിയുമായി പോയ ആംബുലൻസിന്റെ വഴി തടഞ്ഞ 3 സ്വകാര്യ ബസ്സുകൾ കസ്റ്റഡിയിലെടുത്ത ബസ്സുകളുടെ പെർമിറ്റ് റദ്ദാക്കാനും ജീവനക്കാരുടെ ലൈസൻസും റദ്ദാക്കുന്നതിനുള്ള റിപ്പോർട്ട് പോലീസ് കൈമാറി. ഒരു വിഭാഗം KSRTC ജീവനക്കാർ ഇന്ന് അർദ്ധരാത്രി മുതൽ 24 മണിക്കൂർ പണിമുടക്കും. പ്രതിപക്ഷ യൂണിയനായ TDFന്റെ നേതൃത്വത്തിലാണ് പണിമുടക്ക്. റിസോർട്ട് കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് വിൽപ്പന നടത്തിയ യുവാവിനെ തൃശൂർ സിറ്റി ലഹരി വിരുദ്ധ സ്ക്വാഡും ഈസ്റ്റ് പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തു. മനക്കുടി സ്വദേശി പ്രണവാണ് അറസ്റ്റിലായത്. കരിങ്കല്ല് പണിയുടെ മറവിൽ MDMA വിൽപ്പന നടത്തിയാൽ കൊടുങ്ങല്ലൂരിൽ പിടിയിൽ. കാനാണിയിൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾ അനിശ്ചിതകാല സമരത്തിലേക്ക്. പാർക്കിംഗ് സൌകര്യം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടാണ് 160ഓളം ഓട്ടോറിക്ഷകൾ സമരത്തിലേക്ക് നീങ്ങുന്നത്. നമസ്കാരം. വാർത്തകൾ വിശദമായി. തൃശൂർ ശക്തൻ തമ്പുരാൻ പ്രതിമയുടെ പുനർ അനാച്ഛാദനം സംബന്ധിച്ച വിവാദം പുതിയ തലത്തിലേക്ക്. പ്രതീകാത്മക അനാച്ഛാദനം നടത്തി BJP. അനാച്ഛാദനത്തിന് ഇനിയില്ലെന്ന് മേയർ. പ്രതിഷേധവുമായി കോൺഗ്രസ്. കഴിഞ്ഞ വർഷം ജൂൺ 9-നാണ് KSRTC ലോ ഫ്ലോർ ബസ് ഇടിച്ചു കയറിയുണ്ടായ അപകടത്തിൽ തൃശൂർ ശക്തൻ നഗറിൽ ശക്തൻ തമ്പുരാന്റെ പ്രതിമ തകർന്നു വീണത്. തുടർന്ന് തിരുവനന്തപുരത്ത് കൊണ്ടുപോയി പുനർനിർമ്മാണം നടത്തിയ പ്രതിമ കഴിഞ്ഞ നവംബർ 15-ന് തൃശൂരിൽ തിരികെ എത്തിച്ച് പുനഃസ്ഥാപിച്ചു. എന്നാൽ 2.5 മാസം പിന്നിട്ടിട്ടും പ്രതിമ പുനർ അനാച്ഛാദനം നടത്താത്തത് ഏറെ വിവാദമായി. TCV ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ നിരന്തരമായി വാർത്തകൾ നൽകുകയും പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിഷേധവും ഉയർന്നിരുന്നു. ഇതോടെ ഈ മാസം 1-ന് പ്രതിമ അനാച്ഛാദനം നടത്തുമെന്ന് മേയർ അറിയിക്കുകയായിരുന്നു. എന്നാൽ സാങ്കേതിക പ്രശ്നം ചൂണ്ടിക്കാട്ടി അവസാന നിമിഷം അനാച്ഛാദനം മാറ്റി. ഇതോടെയാണ് കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് രാജൻ J. പല്ലന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് കൗൺസിലർമാർ പ്രതിഷേധവുമായി എത്തിയത്. ഇന്ന് മാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും അടക്കം ജനങ്ങളുടെ പരാതി വന്നതിന്റെ വെളിച്ചത്തിൽ 1-ാം തീയതി ഉദ്ഘാടനം ഫിക്സ് ചെയ്തു. പക്ഷെ മേയർ ഒരു മര്യാദകേട് കാണിച്ചു. തൃശ്ശൂരെ മന്ത്രിമാരെ വിളിച്ചില്ല, തൃശ്ശൂർ MLA-മാരെ വിളിച്ചില്ല, പ്രതിപക്ഷ നേതാവ് എന്നെ വിളിച്ചില്ല, കോൺഗ്രസ് കൗൺസിലർമാരെ അറിയിച്ചില്ല. രഹസ്യമായിട്ട് ഉദ്ഘാടനം ഹൈജയിക്കാൻ ശ്രമിച്ച് മോഡൽ പല പ്രദേശങ്ങളിലും ബോർഡുകൾ വെച്ച് ഉദ്ഘാടനം പ്രഖ്യാപിച്ചു. പക്ഷേ നിങ്ങൾ ഉദ്ഘാടനം നടത്തിയാൽ CPIയുടെ പിന്തുണ ഞങ്ങൾ പിൻവലിക്കും, നിങ്ങൾക്ക് മേയറായി തുടരാൻ സാധിക്കില്ല എന്നുള്ള ഭീഷണിക്ക് മുന്നിൽ മേയർ ഉദ്ഘാടനം മാറ്റിവെക്കുകയാണുണ്ടായത്. പ്രതീകാത്മക അനാച്ഛാദനത്തിന്റെ ഫ്ലക്സ് വെച്ച് കോൺഗ്രസ് കൗൺസിലർമാർ മടങ്ങിയതിന് പിന്നാലെ BJP കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ നേതാക്കളടക്കമുള്ളവർ പ്രതിഷേധവുമായി എത്തി. പ്രതിമയിലെ മൂടിക്കെട്ടിയ ഷീറ്റ് മാറ്റി അനാച്ഛാദനം നടത്തി. ഞങ്ങൾ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടാണ് മേയർ ഇപ്പോൾ 1-ാം തീയതി തുറന്നു കൊടുക്കുന്നു പറഞ്ഞത്. പക്ഷേ അതിന് മേയർക്ക് ഇട നൽകിയില്ല. ഇവരുടെ ഉൾപാർട്ടി രാഷ്ട്രീയം പോരാണ് ഇതിൽ പൊതുജനങ്ങൾക്ക് ഉണ്ടാവുന്ന മെയിൻ തടസ്സങ്ങൾക്ക് കാരണം. മേയർക്ക് പറ്റാത്ത കാര്യം BJP സാധിച്ചു, അത്രയേ ഉള്ളൂ. ജനങ്ങളുടെ ആവശ്യപ്രകാരം തുറന്നു കൊടുക്കും. ഫെബ്രുവരി 1-ാം തീയതി എന്ന് പറഞ്ഞ് 1-ാം തീയതി കഴിഞ്ഞു, 2-ാം തീയതി കഴിഞ്ഞു, 3-ാം തീയതി ആയിട്ടും തുറക്കാതായപ്പോൾ ആ നഗരപിതാവ് വഞ്ചിച്ച ജനങ്ങളോട് BJPക്കും BJP കൗൺസിലർമാർക്കും ഒരു പ്രതിബദ്ധതയുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ BJP ജനങ്ങൾക്ക് വേണ്ടി മാതൃകാപരമായിട്ട് പ്രതീകാത്മകമായിട്ട് ഇന്ന് ഈ പ്രതിമ അനാച്ഛാദനം ചെയ്തിരിക്കുകയാണ്. അതേസമയം പ്രതിമ പുനഃസ്ഥാപനം വരെയുള്ള കാര്യങ്ങൾ നടന്നത് തന്റെ അറിവോടെയല്ലെന്ന വിശദീകരണമാണ് മേയർ MK വർഗീസ് നൽകിയത്. P. ബാലചന്ദ്രൻ MLA പുനർനിർമ്മാണത്തിന് ഫണ്ട് അനുവദിച്ചതും തനിക്കറിയില്ല. ജനങ്ങളുടെ ആവശ്യപ്രകാരം കൗൺസിൽ തീരുമാനിച്ചാണ് പുനർ അനാച്ഛാദനം നടത്താൻ നിശ്ചയിച്ചത്. എന്നാൽ അപ്പോഴാണ് ശില്പിക്ക് പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട തുക ലഭിച്ചില്ലെന്നതടക്കമുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഇനി ഇക്കാര്യത്തിൽ മുൻകൈയെടുക്കാനില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇത് കൊണ്ടുപോയത് എപ്പോഴാണെന്ന് പോലും എനിക്കറിയില്ല. പിന്നെ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഇത് അവിടെ കൊണ്ട് സ്ഥാപിച്ചു, അതും എനിക്കറിയില്ല. KSRTCയും ഇതിന്റെ ശില്പി മുരളിയുമായിട്ടുള്ള ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയണം, എനിക്കറിയില്ല. കോർപ്പറേഷനുമായി യാതൊരു ധാരണയും ഉണ്ടാക്കിയിട്ടില്ല. തുറക്കണം എന്ന് പല കൗൺസിലുകളിലും ആവശ്യപ്പെട്ടതിൻ്റെ ഭാഗമായി കൗൺസിലിൽ തീരുമാനമെടുത്ത് ഡേറ്റ് കട്ടൻട്രി ഞാൻ പറഞ്ഞത് ഫെബ്രുവരി 1 ദിവസത്തിൻ്റെ ഒരു 2 മണിക്കൂർ മുമ്പാണ് എൻ്റെ ശില്പിക്ക് കാശ് കിട്ടിയിട്ടില്ല എന്നുള്ള വിവരം അറിയുകയും കാശ് KSRTC കൊടുത്തിട്ടില്ല എന്നറിയുകയും അതുപോലെ തന്നെ ഇതിനെ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാക്കുന്നത് MLA ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപ കൊടുക്കാൻ തയ്യാറായി ബാലചന്ദ്രൻ വന്നു എന്നും അത് അദ്ദേഹത്തിന് കാശ് കിട്ടാത്തതിൻ്റെ ഭാഗമായി അത് ഇപ്പോൾ ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു നിർദ്ദേശം നമ്മുടെ ശില്പിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് ഇത് മൂടിക്കെട്ടി വെച്ചിട്ട് എത്ര കാലം ഇങ്ങനെ ഇരിക്കുമെന്ന് എനിക്കറിയില്ല. ഇനി അത് ഓപ്പൺ ചെയ്യുമെന്ന് ചോദിച്ചാൽ അതും എനിക്കറിയില്ല. പിന്നെ എന്ത് നടന്നു എന്ന് ചോദിച്ചാൽ അതെനിക്കറിയില്ല.
എന്നാൽ മേയറുടെ പിന്മാറ്റം ശക്തൻ തമ്പുരാനെ അപമാനിച്ചതിന് ശേഷമാണെന്നും ഇതിൽ മേയർ മാപ്പ് പറയണമെന്നും പ്രതിപക്ഷ കൗൺസിലർ ജോൺ ഡാനിയേൽ പറഞ്ഞു. സംസ്ഥാന സർക്കാരാണ് പ്രതിമ നിർമ്മാണത്തിന് മുൻകൈയെടുത്തതെന്ന് ഇപ്പോൾ പറയുന്ന മേയർ പിന്നെ എന്തിനാണ് ധൃതി പിടിച്ച് ആരെയും അറിയിക്കാതെ സ്വയം അനാച്ഛാദനത്തിന് മുതിർന്നതെന്ന് വ്യക്തമാക്കണമെന്നും ജോൺ ഡാനിയേൽ ആവശ്യപ്പെട്ടു. TCV തൃശൂർ. തൃശൂർ ശക്തൻ തമ്പുരാൻ പ്രതിമയ്ക്ക് ചുറ്റും സ്ഥാപിച്ച പരസ്യ ബോർഡുകൾ നീക്കണമെന്ന ആവശ്യം. ശക്തൻ നഗർ റൗണ്ട് അബൌട്ടിൽ സ്ഥാപിച്ചിട്ടുള്ള ശക്തൻ തമ്പുരാന്റെ പ്രതിമയ്ക്ക് ചുറ്റുമാണ് സ്വകാര്യ സ്ഥാപനത്തിന്റെ പരസ്യ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. നിർമ്മാണത്തിലെ പങ്കാളിത്തത്തിന്റെ ഭാഗമായി ഇതേ സ്ഥാപനത്തിന്റെ പേര് വിവരങ്ങൾ അനുമതിയോടെ റൗണ്ട് അബൌട്ടിൽ സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിനു പുറമെയാണ് ഇപ്പോൾ അശാസ്ത്രീയവും അനധികൃതവുമായി പ്രതിമയ്ക്ക് ചുറ്റും പരസ്യ ബോർഡുകൾ സ്ഥാപിച്ചത്. പ്രതിമയെ മറയ്ക്കും വിധമുള്ള ഈ പരസ്യ ബോർഡുകൾ നീക്കണമെന്നാണ് യാത്രക്കാരടക്കമുള്ളവർ ആവശ്യപ്പെടുന്നത്. ഇക്കാര്യം കോർപ്പറേഷൻ കൌൺസിലിൽ ഉന്നയിച്ച് നടപടി ആവശ്യപ്പെടുമെന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ പറഞ്ഞു. ഏത് ജംഗ്ഷനുകളായാലും പരസ്യ ബോർഡുകൾ സ്ഥാപിക്കരുത്. ഇത്തരത്തിലുള്ള പരസ്യ ബോർഡുകൾ സ്ഥാപിക്കുന്നത് നിയമവിരുദ്ധമാണ്. കൗൺസിൽ അംഗീകരിച്ചിട്ടില്ല. ഇത് ഗുരുതരമായ തെറ്റാണ്. ഇത് വലിയ അഴിമതിയാണ്. ഇതുകൊണ്ട് അടുത്ത കൗൺസിലിൽ നമ്മൾ ഈ കാര്യം ഉന്നയിക്കും. താൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്കെതിരെ വ്യാജ വാർത്ത ചമച്ചെന്നാരോപിച്ച് സ്വകാര്യ വാർത്താ ചാനലിനെതിരെ മുൻ MLA അനിൽ അക്കര പോലീസിൽ പരാതി നൽകി. തൃശൂർ ലോക്സഭാ സീറ്റിലെ തോൽവി സംബന്ധിച്ച് അന്വേഷിച്ച KPCC സമിതി TN പ്രതാപനും അനിൽ അക്കരയ്ക്കും MB വിൻസെന്റിനും ജോസ് വള്ളൂരിനുമെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തു എന്നായിരുന്നു വാർത്ത. എന്നാൽ ഈ വാർത്ത തെറ്റാണെന്നും അന്വേഷണ കമ്മീഷന്റെ അധ്യക്ഷനായിരുന്ന KC ജോസഫുമായി നേരിട്ട് സംസാരിച്ചെന്നും ഇത്തരമൊരു നടപടി ഉണ്ടായിട്ടില്ലെന്നും അനിൽ അക്കര തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. എനിക്കെതിരെയും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്കെതിരെയും വ്യാജ രേഖയും വ്യാജ വാർത്തയും ഉണ്ടാക്കി KPCCയെയും എന്നെ വ്യക്തിപരമായും സമൂഹത്തിൽ അപകീർത്തിപ്പെടുന്ന തരത്തിലുള്ള വ്യാജമായ വാർത്ത രാവിലെ മുതൽ സംപ്രേഷണം ചെയ്യുകയാണ്. ഈ വാർത്ത പൂർണ്ണമായി വ്യാജമാണെന്നും വ്യാജരേഖ ചമച്ച് ക്രിമിനൽ ഗൂഢാലോചന നടത്തിയുണ്ടാക്കിയ വാർത്തയാണെന്നും അന്വേഷണ കമ്മീഷന്റെ ഏറ്റവും തലമുതിർന്ന അംഗം കൂടിയായ KC ജോസഫ് എന്നെ ഫോണിൽ വിളിച്ച് പറയുകയും എനിക്ക് വാട്സപ്പിൽ ഇത് ഫേക്കാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള മെസ്സേജ് നിന്നിരിക്കുകയാണ്. എൻ്റെയും എൻ്റെ സൽപ്പേരിനെയും എൻ്റെ പാർട്ടിയുടെയും എൻ്റെ ജീവനും ഭീഷണി ഉണ്ടാകുന്ന തരത്തിൽ നടത്തിയ കോൺസ്പിറസിക്കെതിരെ ക്രിമിനൽ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ രേഖാമൂലം സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി കൊടുത്തിട്ടുള്ളത്. DGPക്ക് മെയിൽ കൊടുത്തിട്ടുണ്ട്. എൻ്റെ ലോക്കൽ പോലീസിനായ പേരാമംഗലം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒരു മുൻ നിയമസഭാ അംഗമായതുകൊണ്ട് കേരള നിയമസഭാ സ്പീക്കർക്കും പരാതി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ചാനലിൻ്റെ അംഗീകാരം റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയത്തിന് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. ഇത് നിയമപരമായി ഈ ചാനലിന്റെ അംഗീകാരം റദ്ദ് ചെയ്യുന്നത് വരെ അല്ലെങ്കിൽ ഈ വിഷയത്തിൽ പൊതുസമക്ഷം മാപ്പ് പറഞ്ഞ് തെറ്റംഗീകരിക്കുന്നവരെ നിയമപരമായ പോരാട്ടം തുടരും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ തൃശൂരിലെ ദയനീയ തോൽവിക്ക് പിന്നിൽ TN പ്രതാപനും അനിൽ അക്കരയും അടങ്ങുന്ന സംഘമാണെന്ന് KPCC നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയെന്നും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിക്ക് ശുപാർശ ചെയ്തെന്നുമായിരുന്നു വാർത്ത. എന്നാൽ ഇക്കാര്യങ്ങൾ നിഷേധിച്ച അനിൽ അക്കര തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് രേഖാമൂലം പരാതി നൽകി. ചാനലിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനം. TCV തൃശൂർ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് ജില്ലാ നേതാക്കൾ മനഃപൂർവ്വമായി വീഴ്ച വരുത്തിയെന്ന KPCC അന്വേഷണ കമ്മീഷന്റെ കണ്ടെത്തൽ വ്യക്തമാക്കുന്നത് കോൺഗ്രസ് BJPയുമായി ജില്ലയിലുണ്ടാക്കിയ അവിശുദ്ധ ബന്ധമാണെന്ന് LDF ജില്ലാ കമ്മിറ്റി കൺവീനർ KV അബ്ദുൽ ഖാദർ. TN പ്രതാപൻ, ജോസ് വള്ളൂർ, അനിലക്കര, MP വിൻസെന്റ് എന്നിവരെ പേരെടുത്ത് പറഞ്ഞ് കമ്മീഷൻ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇടതുപക്ഷ സ്ഥാനാർത്ഥി VS സുനിൽകുമാർ വിജയിക്കാതിരിക്കാൻ പല നിയമസഭാ മണ്ഡലങ്ങളിലും കോൺഗ്രസുകാർ തങ്ങളുടെ വോട്ട് BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് മറിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ BJPക്കുള്ള വോട്ട് കൈമാറ്റം ഒറ്റപ്പെട്ട ഒരു സംഭവമായിരുന്നില്ല. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ജില്ലയിലെ കോൺഗ്രസ് BJP നിയന്ത്രിത ഏജൻസികളുടെ നികുതി പാടകരായിരുന്നു. അനിലക്കര, ജോസ് വള്ളൂർ എന്നിവർ കേന്ദ്ര സർക്കാരിന്റെ പ്രചാരകരെ പോലെയാണ് പ്രവർത്തിച്ചിരുന്നതെന്നും KV അബ്ദുൽ ഖാദർ പറഞ്ഞു. കാനാണിയിൽ രോഗിയുമായി പോയ ആംബുലൻസിന്റെ വഴി തടഞ്ഞ സ്വകാര്യ ബസ്സുകൾ കസ്റ്റഡിയിലെടുത്തു. 3 ബസ്സുകളാണ് കസ്റ്റഡിയിലെടുത്തത്. കസ്റ്റഡിയിലെടുത്ത ബസ്സുകളുടെ പെർമിറ്റ് റദ്ദാക്കാനും ബസ് ജീവനക്കാരുടെ ലൈസൻസും റദ്ദാക്കുന്നതിനുള്ള റിപ്പോർട്ട് പോലീസ് കൈമാറി. ആംബുലൻസിന്റെ വഴി തടഞ്ഞ സംഭവത്തിൽ ബസ് ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കുമെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തതായി തൃപ്രയാർ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ദിലീപ് കുമാർ പറഞ്ഞു. ഡ്രൈവർമാരെയും കണ്ടക്ടർമാരെയും പെരുമാറ്റച്ചട്ടം പരിശീലിപ്പിക്കാൻ എടപ്പാളിലുള്ള IDTRലേക്ക് അയക്കും. 5 ദിവസമായിരിക്കും പരിശീലനം. കാനാനി സെന്ററിൽ കണ്ടക്ടർമാർ ബസ്സിൽ നിന്നിറങ്ങി ഗതാഗതം നിയന്ത്രിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും MVA അറിയിച്ചു. കഴിഞ്ഞ ദിവസമാണ് ബ്ലോക്കിൽ എതിർദിശയിലൂടെ മറ്റു വാഹനങ്ങളെ ഓവർടേക്ക് ചെയ്തുവന്ന ബസ്സുകൾ ആംബുലൻസിന്റെ വഴി മുടക്കിയത്.
ഇതേ തുടർന്ന് 5 മിനിറ്റോളം ആംബുലൻസ് റോഡിൽ കുടുങ്ങി. ആംബുലൻസ് ഡ്രൈവറുടെ പരാതിയിൽ സ്വകാര്യ ബസ്സുകൾക്കെതിരെ അന്തിക്കാട് പോലീസ് കേസെടുത്തിരുന്നു. ശ്രീമുരുക, അനന്തകൃഷ്ണ, സെന്റ് മേരീസ് എന്നീ ബസ്സുകൾക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. പുത്തൻപീടികയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് രോഗിയുമായി പോയ പെരിങ്ങോട്ടുകര സർവതോഭദ്രത്തിന്റെ ആംബുലൻസാണ് സ്വകാര്യ ബസ്സുകളുടെ ധിക്കാരപരമായ നടപടി മൂലം വഴിയിൽ കുടുങ്ങിയത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഒരു വിഭാഗം കെഎസ്ആർടിസി ജീവനക്കാർ ഇന്ന് അർദ്ധരാത്രി മുതൽ 24 മണിക്കൂർ പണിമുടക്കും. പ്രതിപക്ഷ യൂണിയനായ TDFന്റെ നേതൃത്വത്തിലാണ് സമരം. ശമ്പളവും പെൻഷനും കൃത്യമായി വിതരണം ചെയ്യുക, DA കുടിശ്ശിക മുഴുവനും നൽകുക, കെഎസ്ആർടിസിയുടെ റൂട്ടുകൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക്. റിസോർട്ട് കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് വിൽപ്പന നടത്തിയ യുവാവിനെ തൃശൂർ സിറ്റി ലഹരി വിരുദ്ധ സ്ക്വാഡും ഈസ്റ്റ് പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തു. മനക്കൊടി സ്വദേശി മാമ്പുള്ളി വീട്ടിൽ പ്രണവാണ് അറസ്റ്റിലായത്. തൃശൂർ ഹൈറോഡ് പരിസരത്തു നിന്നാണ് ഇയാളെ പിടികൂടിയത്. പ്രതിയുടെ കാറിൽ നിന്നും 10.28 ഗ്രാം MDMA കണ്ടെടുത്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഈസ്റ്റ് SI ബിബിൻ B നായർ, ASI TV ജീവൻ, CPOമാരായ MS ലിഗേഷ്, വൈശാഖ്, KS സംഗീത് തുടങ്ങിയവർ പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. കരിങ്കല്ല് പണിയുടെ മറവിൽ MDMA വിൽപ്പന നടത്തിയാൽ പിടിയിൽ. ശ്രീനാരായണപുരം പോഴങ്കാവ് സ്വദേശി കീഴോത്തു വീട്ടിൽ സാബിത്ത് എന്ന കണ്ണനെയാണ് കൊടുങ്ങല്ലൂർ ലഹരി വിരുദ്ധ സ്ക്വാഡും മതിലകം പോലീസും ചേർന്ന് പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. മതിലകം SI രമ്യ കാർത്തികേയന്റെ നേതൃത്വത്തിൽ പ്രൊബേഷൻ SI സഹദ്, ASI പ്രജീഷ്, ലിജു, സീനിയർ CPO ബിജു, ജമാൽ, നിഷാദ്, ഷിബിൻ, ജോൺസൺ, സ്പെഷ്യൽ ബ്രാഞ്ച് SI മുഹമ്മദ് അഷ്റഫ് എന്നിവർ മയക്കുമരുന്ന് പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. പാർക്കിംഗ് വിഷയത്തിൽ കാന്നാണിയിൽ ഓട്ടോറിക്ഷകൾ അനിശ്ചിതകാല സമരത്തിലേക്ക്. സംയുക്ത ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ കാന്നാണിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. മണലൂർ ഗുരുവായൂർ റോഡിലുണ്ടായിരുന്ന ഓട്ടോറിക്ഷ പാർക്കിംഗ് ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ പോലീസും MVDയും ചേർന്ന് വിലക്കിയിരുന്നു. ഓട്ടോറിക്ഷ പാർക്കിംഗിന് മണലൂർ പഞ്ചായത്ത് ബദൽ സംവിധാനം ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ട് ഓട്ടോ ഡ്രൈവർമാർ പ്രകടനം നടത്തി. INTUC ജില്ലാ ജനറൽ സെക്രട്ടറി KK പ്രകാശൻ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. മുതിർന്ന ഓട്ടോ ഡ്രൈവർ EPK പ്രേമദാസ് അധ്യക്ഷനായി. വിവിധ യൂണിയൻ നേതാക്കളായ സുധീർ പൊറ്റേക്കാട്ട്, ആൻഡ്രൂസ് തുടങ്ങിയവർ സംസാരിച്ചു. 160ഓളം ഓട്ടോറിക്ഷകളാണ് കാന്നാണിയിൽ സർവീസ് നടത്തുന്നത്. പാർക്കിംഗിന് സൌകര്യമൊരുക്കുന്നതുവരെ ഓട്ടോറിക്ഷകൾ അനിശ്ചിതകാലത്തേക്ക് സർവീസ് നിർത്തിവെക്കുമെന്ന് സംഘടനാ നേതാക്കൾ പറഞ്ഞു. കേന്ദ്ര ബജറ്റിൽ റെയിൽവേക്ക് അനുവദിച്ച ഫണ്ടിൽ നിന്ന് വകയിരുത്തിയത് 3042 കോടിയെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. UPA കാലത്തേക്കാൾ 8 ഇരട്ടി അധികമാണ് കേരളത്തിന് റെയിൽവേ ബജറ്റിൽ വിഹിതമായി ലഭിച്ചിരിക്കുന്നതെന്ന് റെയിൽവേ മന്ത്രി വ്യക്തമാക്കി. നിലമ്പൂർ നഞ്ചങ്കോട് പദ്ധതി നടത്തിപ്പിലാണെന്നും കേരളത്തിലേക്ക് കൂടുതൽ ട്രെയിനുകൾ എത്തിക്കുന്നത് പരിഗണനയിലാണെന്നും മന്ത്രി പറഞ്ഞു. അമൃത് ഭാരത് പദ്ധതിയുടെ കീഴിൽ തൃശൂർ, വടക്കഞ്ചേരി, ഗുരുവായൂർ സ്റ്റേഷനുകൾ ഉൾപ്പെടെ 35 സ്റ്റേഷനുകളെ നവീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. കേന്ദ്ര ബജറ്റിൽ കേരളത്തെയും തൃശൂരിനെയും സമ്പൂർണ്ണമായി അവഗണിച്ച രാജ്യത്തെ ആദിവാസി ജനവിഭാഗങ്ങളെയാകെ അധിക്ഷേപിച്ച കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി രാജിവെക്കണമെന്ന് CPI തൃശൂർ ജില്ലാ സെക്രട്ടറി KK വത്സരാജ് ആവശ്യപ്പെട്ടു. സാമ്പത്തിക വർഷത്തേക്കുള്ള കേന്ദ്ര ബജറ്റിനും ഈ വർഷത്തെ ബജറ്റിനും മുന്നോടിയായി സുരേഷ് ഗോപി നിരവധി വാഗ്ദാനങ്ങളാണ് നടത്തിയത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന സമയത്തും തുടർന്നും പൊള്ളയായ വാഗ്ദാനങ്ങളുടെ പെരുമഴയായിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് വിജയിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞതെല്ലാം വിഴുങ്ങുകയാണ് ചെയ്തത്. കേന്ദ്രമന്ത്രിയുടെ രാജി എഴുതി വാങ്ങാൻ പ്രധാനമന്ത്രി തയ്യാറാകണമെന്നും CPI ജില്ലാ സെക്രട്ടറി ആവശ്യപ്പെട്ടു. സൌരോർജ്ജ പദ്ധതി നടത്തിപ്പിൽ കൊടുങ്ങല്ലൂർ നഗരസഭ മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മാതൃകയാണെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി K കൃഷ്ണൻകുട്ടി പറഞ്ഞു. നഗരസഭയ്ക്ക് കീഴിലുള്ള പൊതുസ്ഥാപനങ്ങളിൽ നടപ്പിലാക്കുന്ന സൌരോർജ്ജ പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആഭ്യന്തര വൈദ്യുതി ഉത്പാദനത്തിൽ കേരളം മികച്ച നേട്ടം കൈവരിച്ചതായും മന്ത്രി പറഞ്ഞു. കേരളത്തിന് ഗുണകരമായ ജലവൈദ്യുത പദ്ധതികളെ എതിർക്കുന്നത് നാം തന്നെയാണ്. ഇത്തരം എതിർപ്പ് മൂലം നിരവധി പദ്ധതികൾ തടസ്സപ്പെട്ടതായും മന്ത്രി ചൂണ്ടിക്കാട്ടി. VR സുനിൽകുമാർ MLA അധ്യക്ഷത വഹിച്ചു.
നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത, വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് VS ദിനൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, കൌൺസിലർമാർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. നമ്മുടെ ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം മുമ്പൊരിക്കലും രേഖപ്പെടുത്താത്ത പുരോഗതിയാണ് വൈദ്യുതി ഉൽപാദന മേഖലയിൽ നടത്തിയത്. കോൺക്രീറ്റിംഗ് പൂർത്തീകരിച്ച തൃശൂർ ശക്തൻ ബസ് സ്റ്റാൻഡ് ഉടൻ തുറന്നു നൽകുമെന്ന് മേയർ MK വർഗീസ് പറഞ്ഞു. രണ്ടാംഘട്ട നവീകരണത്തിന്റെ ഭാഗമായി കോൺക്രീറ്റിംഗ് നടക്കുന്നതിനാൽ ശക്തൻ ബസ് സ്റ്റാൻഡിന്റെ തെക്ക് ഭാഗമാണ് അടച്ചിട്ടിരിക്കുന്നത്. നിർമ്മാണം പൂർത്തീകരിച്ച ഈ ഭാഗം ഉടൻ തുറന്നു നൽകുമെന്ന് മേയർ TCVയോട് പറഞ്ഞു. ഒന്നാം ഘട്ടമായി നേരത്തെ ഒരു ഭാഗം കോൺക്രീറ്റിംഗ് നടത്തിയിരുന്നു. ബസ് സ്റ്റാൻഡ് എത്രയും പെട്ടെന്ന് അത് തുറക്കാനുള്ള സന്ദർഭത്തിലാണ്. കാരണം പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. 2 സമയം നോക്കി ഉടൻ തന്നെ ഒരാഴ്ചക്കുള്ളിൽ ചിലപ്പോൾ നമ്മൾ തുറക്കും. ഇതുപോലെ ഒരു ബസ് സ്റ്റാൻഡ് ഇത്രയും പെട്ടെന്ന് പറഞ്ഞതിന് ശേഷം നടത്തിയ ചരിത്രം ഉണ്ടാവില്ല എന്ന്. അതേസമയം കോൺഗ്രസ് ഭരണസമിതി നിശ്ചയിച്ച പദ്ധതി നടപ്പിലാക്കാതെ പിന്നീട് വന്ന LDF ഭരണസമിതികൾ നിർമ്മാണ പ്രവർത്തികൾ വൈകിപ്പിച്ചത് കോർപ്പറേഷന് വലിയ നഷ്ടമാണ് വരുത്തിയതെന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ ആരോപിച്ചു. ഈ പ്രദേശത്തും കോൺക്രീറ്റ് ഉണ്ടായിരുന്നു. ഭരണമാറ്റം വന്നപ്പോൾ ആ കോൺക്രീറ്റിംഗ് പദ്ധതി അവർ ക്യാൻസൽ ചെയ്തു. 10 വർഷത്തിന് ശേഷമാണ് 75 ലക്ഷം രൂപയ്ക്ക് ചെയ്യേണ്ട പ്രവൃത്തി 3.5 കോടി രൂപയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതും ഭാഗികമായി പൂർത്തീകരിച്ചിട്ടുള്ളൂ. ഇനി ജോയ് പാലസിനോട് നിന്നുള്ള വഴിയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്യാനുണ്ട്. ബസ് സ്റ്റാൻഡിന്റെ ഈ ഭാഗം ഒഴിവാക്കി കൊടുക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. രാമവർമ്മപുരം കേന്ദ്രീയ വിദ്യാലയത്തിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് ദാരുണാന്ത്യം. കുണ്ടുകാട് സ്വദേശി കറുകയിൽ താഴത്തു വീട്ടിൽ 13 വയസ്സുള്ള കൃഷ്ണപ്രിയയാണ് മരിച്ചത്. തലവേദനയെ തുടർന്ന് ക്ലാസ് റൂമിലെ ഡെസ്കിൽ തല ചായ്ച്ചു കിടന്ന വിദ്യാർത്ഥിനിയെ അനക്കമില്ലാതെ സഹപാഠികൾ കണ്ടെത്തുകയായിരുന്നു. ഉടൻ തന്നെ ദയ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. തൃശൂർ MP സുരേഷ് ഗോപിയുടെ ഓഫീസ് ഉദ്ഘാടനം നടന്നു. ചേറൂർ റോഡിലെ എനാർക്ക് ഗാർഡൻസിലാണ് ഓഫീസ്. ഫാദർ അജിത് തച്ചോത്ത്, ശ്രീരാമകൃഷ്ണാശ്രമ മഠാധിപതി സ്വാമി സദ്ഭവാനന്ദജി, തൃശൂർ ചിറ്റിയങ്ങാടി ജുവാ മസ്ജിദ് ഇമാം ഇബ്രാഹിം ഫലാഹി, കാണിപ്പയൂർ കൃഷ്ണൻ നമ്പൂതിരി, ഡിവിഷൻ കൌൺസിലർ അഡ്വക്കേറ്റ് വില്ലി, BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ ശ്രീധരൻ, ജില്ലാ അധ്യക്ഷൻ ജസ്റ്റിൻ ജേക്കബ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, രഘുനാഥ് C മേനോൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഇരിങ്ങാലക്കുട നഗരസഭ ടൗൺഹാളിൽ വരുന്നവർക്ക് ഇനി ചില കൗതുക കാഴ്ചകൾ കാണാൻ സാധിക്കും. പൊതുസ്ഥലങ്ങളിലെ ഫ്ലക്സ് ബോർഡുകളും കൊടികളും നീക്കം ചെയ്യുന്നവ കൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലം മനോഹരമായ പാർക്കായി രൂപമാറ്റം വന്നു കഴിഞ്ഞു. പാഴ്വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുള്ള പാർക്കാണ് ഒരുക്കിയിട്ടുള്ളത്. ഇരിങ്ങാലക്കുട നഗരസഭയുടെ വേസ്റ്റ് ടു വണ്ടർ പാർക്ക് പദ്ധതിയുടെ ഭാഗമായാണ് വിവിധ തരത്തിലുള്ള പ്ലാസ്റ്റിക്, വേസ്റ്റ് എന്നിവ കൊണ്ട് മനോഹരമായ ശില്പങ്ങൾ നിർമ്മിച്ച് പ്രദർശിപ്പിച്ചിട്ടുള്ളത്. ഇരിങ്ങാലക്കുട നഗരസഭാ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് പാർക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കൗൺസിലർമാർ, ആരോഗ്യ പ്രവർത്തകർ, ഉദ്യോഗസ്ഥർ എന്നിവർ സന്നിഹിതരായിരുന്നു. പൊതുജനങ്ങളിൽ വേസ്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നതിന് എതിരായി സന്ദേശം നൽകുന്നതിനും വേസ്റ്റ് എന്ന വിപത്തുണ്ടാക്കുന്ന ആഘാതങ്ങളെ മനസ്സിലാക്കുന്നതിനും ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പ്രവർത്തനങ്ങൾ. 2000-ഓളം പ്ലാസ്റ്റിക് ബോട്ടിലുകൾ കളക്ട് ചെയ്തുകൊണ്ടാണ് ഈ വഞ്ചി ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ ഫ്ലെക്സ് ബോർഡുകളൊക്കെ നമ്മൾ പിടിച്ചുകൊണ്ട് വന്ന് അതിൻ്റെ ഭാഗമെടുത്താണ് ഈ ബൗണ്ടറീസ് ഒക്കെ ചെയ്തിരിക്കുന്നത്. അങ്ങനെ എല്ലാം തന്നെ മാലിന്യമായിട്ടുള്ള പ്ലാസ്റ്റിക്കിൽ നിന്നാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ വേസ്റ്റ് ടു ആർട്ട് എന്ന ഒരു സ്വച്ഛ് സർവേഷൻ്റെ ഭാഗമായിട്ട് നടത്തിയിരിക്കുന്ന ഈ പാർക്ക് മറ്റുള്ളവർക്ക് ഒരു സന്ദേശമായി തന്നെ നൽകുകയാണ്. TCV ഇരിങ്ങാലക്കുട. യൂറോപ്പിലേക്ക് വിനോദയാത്ര പോകാമെന്ന പരസ്യം നൽകി ലക്ഷക്കണക്കിന് രൂപ തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതിയെ കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരം ശാസ്തമംഗലം സ്വദേശി ചാർലി വർഗീസിനെയാണ് കൊടുങ്ങല്ലൂർ SI BK അരുൺ അറസ്റ്റ് ചെയ്തത്. മാധ്യമങ്ങളിൽ ടൂർ പാക്കേജിന്റെ പരസ്യം കണ്ട് കൊടുങ്ങല്ലൂർ മേത്തല എലിശ്ശേരിപ്പാലം സ്വദേശി അശോകൻ, സുഹൃത്തുക്കളായ വിജയൻ, രംഗൻ എന്നിവരാണ് തട്ടിപ്പിനിരകളായത്. ചാർലി ആവശ്യപ്പെട്ട പ്രകാരം ഇവർ വിനോദയാത്രയ്ക്കായി 9 ലക്ഷം രൂപയോളം നൽകി. തട്ടിപ്പിനിരകളായതായി സംശയം തോന്നിയ ഇവർ വിനോദയാത്രാ സ്ഥാപനം അന്വേഷിച്ച് ചെന്നപ്പോൾ സ്ഥാപനം അടച്ചുപൂട്ടിയതായി കണ്ടെത്തി. തുടർന്ന് അശോകൻ കൊടുങ്ങല്ലൂർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. തട്ടിപ്പിന് ശേഷം ചാർലി പല സ്ഥലങ്ങളിൽ മാറി മാറി താമസിക്കുകയായിരുന്നു. റൂറൽ പോലീസ് മേധാവി B കൃഷ്ണകുമാറിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് പ്രതി പിടിയിലായത്.
സമാനമായ രീതിയിൽ തട്ടിപ്പ് നടത്തിയതിന് ചാർലിക്കെതിരെ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ കേസ് നിലവിലുണ്ട്. ദൈവത്തിന്റെ സ്വന്തം നാട് ഇന്ന് ചെകുത്താന്റെ നാടായി മാറിയിരിക്കുകയാണെന്നും അതിന്റെ പ്രധാന കാരണം ലഹരിയാണെന്നും മുൻ നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് തേറമ്പ് രാമകൃഷ്ണൻ പറഞ്ഞു. ലഹരി വിമുക്ത കേരളത്തിനു വേണ്ടി എ ജോസഫ് നടത്തിയ 102 മണിക്കൂർ ഉപവാസ സമരത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ പാർട്ടികളും മദ്യം കുറയ്ക്കുമെന്ന് പ്രഖ്യാപിക്കുമെങ്കിലും അതോടൊപ്പം തന്നെ മദ്യം ഉണ്ടാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യും. ഇക്കാര്യത്തിൽ സർക്കാരുകളിൽ നിന്ന് നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലെന്ന് തേറമ്പ് രാമകൃഷ്ണൻ പറഞ്ഞു. CI അബ്ദുൽ ജബ്ബാർ അധ്യക്ഷത വഹിച്ചു. ഫാദർ ദേവസി പന്തലുകാരൻ, സമിതി ജനറൽ സെക്രട്ടറി KM മഞ്ജുഷ, PV കൃഷ്ണൻ നായർ, ഡോക്ടർ ജെയിംസ് ചിറ്റിലപ്പിള്ളി, ബേബി മൂക്കൻ, ജിനൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. എറവ് ആറാംകല്ലിൽ ബൈക്കും ലോറിയും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. അപകടത്തിൽ ഒരാളുടെ കൈവിരൽ നഷ്ടപ്പെട്ടു. അന്തിക്കാട് സ്വദേശി തട്ടിൽ മണ്ടി വീട്ടിൽ ജോസ്, ഭാര്യ മാഗി എന്നിവർക്കാണ് പരിക്കേറ്റത്. അപകടത്തിൽ ജോസിന്റെ കൈവിരൽ അറ്റു. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കല്ലൂരിൽ നിയന്ത്രണം വിട്ട വാൻ ബൈക്കിലിടിച്ച് ബൈക്ക് യാത്രക്കാരന് ഗുരുതരമായി പരിക്കേറ്റു. കല്ലൂർ സ്വദേശി തേറാട്ടിൽ വീട്ടിൽ ജോൺസനാണ് പരിക്കേറ്റത്. ആമ്പല്ലൂർ കല്ലൂർ റോഡിലായിരുന്നു അപകടം. ബന്ധുവീടിന് മുന്നിലെത്തിയ ജോൺസൺ റോഡരികിൽ ബൈക്ക് നിർത്തി ഇറങ്ങാൻ ശ്രമിക്കുന്നതിനിടെ പുറകിൽ നിന്ന് വന്ന വാൻ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ബൈക്കും ജോൺസണും കാനയിലേക്ക് തെറിച്ചു വീണു. തലയ്ക്കുൾപ്പെടെ പരിക്കേറ്റ ജോൺസനെ എറണാകുളത്ത് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്ത്രീകളിലെ ക്യാൻസർ നേരത്തെ കണ്ടെത്തി ചികിത്സിക്കുന്നതിനുള്ള കർമ്മ പദ്ധതിക്ക് ആരോഗ്യത്തിന്റെ നേതൃത്വത്തിൽ ക്യാൻസർ ദിനമായ ചൊവ്വാഴ്ച തുടക്കം കുറിക്കുമെന്ന് DMO TP ശ്രീദേവി അറിയിച്ചു. ജില്ലാ ക്യാമ്പയിന്റെ ഉദ്ഘാടനം നടത്തറ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടക്കും. നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി ആദ്യഘട്ട സർവേയിൽ 9 ലക്ഷത്തിൽ പരം സ്ത്രീകൾക്ക് ക്യാൻസർ സാധ്യതയുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. കഴിഞ്ഞ വർഷം ജില്ലയിൽ നടത്തിയ ശൈലി 2 സർവേയിൽ 13,771 പേരിലാണ് ക്യാൻസർ രോഗലക്ഷണമുള്ളതായി സംശയിക്കുന്നത്. ക്യാൻ തൃശൂരിന്റെ ഭാഗമായി നടത്തിയ 3 ക്യാമ്പുകളിൽ 528 പേരിൽ പോസിറ്റീവ് ലക്ഷണവും 884 പേരിൽ പ്രീ ക്യാൻസർ ലക്ഷണവും കണ്ടെത്തി. 30 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളെയാണ് ലക്ഷ്യം വെക്കുന്നത്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് സർക്കാർ കേന്ദ്രങ്ങളിൽ പരിശോധനകൾ പൂർണ്ണമായും സൗജന്യമായിരിക്കും. മറ്റുള്ളവർക്ക് മിതമായ നിരക്കിൽ സ്വകാര്യ പരിശോധനാ കേന്ദ്രങ്ങളിൽ സൗകര്യമൊരുക്കും. ജനുവരി 8 മുതൽ മാർച്ച് 7 വരെ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി സ്റ്റോപ്പ് ഡയറിയ ക്യാമ്പയിനും നടന്നുവരുന്നതായി ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ ഡെപ്യൂട്ടി DMO ഡോക്ടർ NA ഷീജ, ജില്ലാ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ P സജികുമാർ, ഡോക്ടർ VK മിനി, സന്തോഷ് കുമാർ എന്നിവരും പങ്കെടുത്തു. സ്കൂൾ ഓഫ് ഡ്രാമ ആൻഡ് ഫൈൻ ആർട്സിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന 3ാമത് അന്താരാഷ്ട്ര നാടക പഠനോത്സവം ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ ഓഫ് തിയേറ്റർ സ്കൂൾസിന് അരുണാട്ടുകര ഡ്രാമ സ്കൂളിൽ തുടക്കമായി. പ്രമുഖ ജപ്പാനീസ് നാടകക്കാരൻ റെയ്ജിറോ സുമൂറ ഉദ്ഘാടനം നിർവഹിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ ഡോക്ടർ EK സതീഷ് അധ്യക്ഷനായി. മുതിർന്ന നാടക കലാകാരി നിലമ്പൂർ ആയിഷ മുഖ്യാതിഥിയായി. കലാമണ്ഡലം വൈസ് ചാൻസലർ പ്രൊഫസർ B അനന്തകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. ചലച്ചിത്ര സംവിധായകനും ഡ്രാമ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ ശ്യാമപ്രസാദ്, സ്കൂൾ ഓഫ് ഡ്രാമ ആൻഡ് ഫൈൻ ആർട്സ് ഡയറക്ടർ അഭിലാഷ് പിള്ള തുടങ്ങിയവർ സംസാരിച്ചു. വൈവിധ്യമാർന്ന അവതരണങ്ങൾ, വർക്ക്ഷോപ്പുകൾ, ചർച്ചകൾ, കലാപ്രകടനങ്ങൾ, തുടർച്ചയായ വിദ്യാഭ്യാസ വിനിമയങ്ങൾ എന്നിവ നാടകോത്സവത്തിന്റെ ഭാഗമാകും. 18 നാടക പഠന സ്ഥാപനങ്ങൾ, 36 പ്രമുഖ പെഡഗോഗുകൾ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള 350-ലേറെ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ നാടകോത്സവത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ മാസം 8-ന് നാടകോത്സവത്തിന് സമാപനമാകും.
കുന്നംകുളം അഞ്ഞൂർ കമ്പനിപ്പടിയിൽ ബൈക്കും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് 4 പേർക്ക് പരിക്കേറ്റു. അഞ്ഞൂർ സ്വദേശി സഞ്ജു, വയലത്തൂർ സ്വദേശി ഇബ്രാഹിം, കച്ചേരിപ്പടി സ്വദേശികളായ സൂര്യ, മല്ലിക എന്നിവർക്കാണ് പരിക്കേറ്റത്. കുന്നംകുളം ഭാഗത്തുനിന്ന് അഞ്ഞൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്കും എതിർദിശയിൽ വരികയായിരുന്ന ഓട്ടോറിക്ഷയും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. അപകടത്തിൽ പരിക്കേറ്റ 4 പേരെയും കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ ഓട്ടോറിക്ഷയുടെ മുൻവശം പൂർണ്ണമായും ബൈക്ക് ഭാഗികമായും തകർന്നു. പെരിഞ്ഞനം 3 പീടികയിൽ യുവാവിന് വെട്ടേറ്റു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കയ്പമംഗലം ചളിങ്ങാട് സ്വദേശി വൈപ്പിൻകാട്ടിൽ അജ്മലിനാണ് വെട്ടേറ്റത്. തലയിലും കൈയിലും വെട്ടേറ്റ ഇയാളെ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി പെരിഞ്ഞനം കപ്പൽ പള്ളിക്കടുത്തുള്ള വീട്ടിൽ വെച്ചാണ് സംഭവം. അജ്മലിന് നേരെ മുളകുപൊടി എറിഞ്ഞ ശേഷമാണ് വെട്ടി പരിക്കേൽപ്പിച്ചത്. കാപ്പ നിയമപ്രകാരം റിമാൻഡിലായിരുന്ന അജ്മൽ ഈയിടെയാണ് ജാമ്യത്തിലിറങ്ങിയത്. തൃശൂർ കുറ്റിപ്പുറം റോഡിന്റെ നിർമ്മാണ പ്രവർത്തികൾക്ക് തുടക്കമായി. റോഡിന്റെ പുനർനിർമ്മാണം ഏറെ നാളായി നിർത്തിവച്ചിരിക്കുകയായിരുന്നു. ഈ വർഷം അവസാനത്തോടെ മുഴുവൻ നിർമ്മാണ പ്രവർത്തികളും പൂർത്തിയാക്കാമെന്നാണ് കരുതുന്നത്. തൃശൂർ മുതൽ കല്ലുംപുറം വരെ 33 കിലോമീറ്റർ ദൂരം റോഡ് 4 ഘട്ടമായി തിരിച്ചാണ് പ്രവർത്തികൾ നടത്തുക. പുഴയ്ക്കലിൽ നിർമ്മാണ പ്രവർത്തികൾക്ക് തുടക്കമായിട്ടുണ്ട്. റോഡ് നിർമ്മാണം മൂലമുണ്ടായേക്കാവുന്ന ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ മറ്റ് സജ്ജീകരണങ്ങൾ ഒരുക്കും. പുത്തൂർ പുഴമ്പള്ളം കായലിൽ വയോധികനെ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ഉല്ലൂർ സ്വദേശി തട്ടിൽവരിക്കൻ വീട്ടിൽ 65 വയസ്സുള്ള ഈനാശുവാണ് മരിച്ചത്. ഫയർഫോഴ്സ് എത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്. മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിലെ ഗ്രീൻ സോണിന്റെയും ബ്ലഡ് ബാങ്കിലെ ഓട്ടോമാറ്റിക് കൊയാഗുലേഷൻ മെഷീന്റെയും പ്രവർത്തനോദ്ഘാടനം, ഹൃദ്രോഗികൾക്ക് ഡെന്റൽ വിദ്യാർത്ഥികൾ നൽകുന്ന സ്റ്റെന്റുകളുടെ കൈമാറ്റവും സേവ്യർ ചിറ്റിലപ്പള്ളി MLA നിർവഹിച്ചു. അത്യാഹിത വിഭാഗത്തിൽ റെഡ് സോൺ, യെല്ലോ സോൺ എന്നീ 2 വിഭാഗങ്ങളിലാണ് രോഗികളെ ക്രമീകരിച്ചിരിക്കുന്നത്. യെല്ലോ സോണിലെത്തുന്ന രോഗികളെ രോഗത്തിന്റെ തീവ്രത കുറയുന്നതിനനുസരിച്ച് ഗ്രീൻ സോണായി കൂടി ക്രമീകരിക്കുന്നതിലൂടെ വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുകളിലെ തിരക്ക് നിയന്ത്രിക്കുന്നതിനും അധികം ഗുരുതരമല്ലാത്ത രോഗികളെ എത്രയും പെട്ടെന്ന് കണ്ട് ചികിത്സ നിർദ്ദേശിക്കുന്നതിനും സഹായകരമാകും. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ N. അശോകൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ D. സനൽകുമാർ, സൂപ്രണ്ട് ഡോക്ടർ M. രാധിക, ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ PV. സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. കേരള നഗരനയ കമ്മീഷൻ, യൂണിസെഫിന്റെയും തൃശൂർ കോർപ്പറേഷന്റെയും സഹകരണത്തോടെ ശക്തൻ സ്റ്റാൻഡിൽ വിദ്യാർത്ഥി കൌൺസിൽ സംഘടിപ്പിച്ചു. അടുത്ത 25 വർഷത്തേക്കുള്ള നഗരനയവുമായി ബന്ധപ്പെട്ട് പുതുതലമുറയിൽ ആശയങ്ങൾ ഉൾക്കൊള്ളിക്കുന്നതിന്റെ ഭാഗമായാണ് വിദ്യാർത്ഥി കൌൺസിൽ സംഘടിപ്പിച്ചത്. കൌൺസിലിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളിൽ നിന്നും മേയർ, ഡെപ്യൂട്ടി മേയർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ, സെക്രട്ടറി എന്നിവരെ തിരഞ്ഞെടുത്ത് തൃശൂർ നഗരവികസനവുമായി ബന്ധപ്പെട്ട അജണ്ടകളിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുത്തു. കൌൺസിലിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ തൃശൂർ കോർപ്പറേഷൻ മേയർ MK വർഗീസുമായി സംവദിച്ചു. കോർപ്പറേഷൻ പരിധിയിലെ 70 വിദ്യാലയങ്ങളിൽ നിന്നായി കൌൺസിലിൽ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും മേയർ MK വർഗീസ് സർട്ടിഫിക്കറ്റ് വിതരണം നടത്തി. മൂന്ന് 3,25,000 പേര് ഈ പോപ്പുലേഷനകത്ത് നമ്മൾ വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഇവര് ഓരോ വീടുകളിലും QR കോഡ്. കൂർക്കഞ്ചേരി മുതൽ കുറുപ്പം റോഡ് വരെ റോഡ് കോൺക്രീറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായി നഗരത്തിൽ ചൊവ്വാഴ്ച മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. നിലവിൽ 1 വേ ആയി പ്രവർത്തിക്കുന്ന വെളിയന്നൂർ ദിവാഞ്ചിമൂല റോഡ് 2 വരിയാക്കും. പൂത്തോളിൽ നിന്ന് വരുന്ന ഹെവി വാഹനങ്ങൾ ദിവാഞ്ചിമൂലയിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് KSRTC എമറാൾഡ് ജംഗ്ഷൻ വഴി സർവീസ് നടത്തേണ്ടതാണ്. കൂർക്കഞ്ചേരി ഭാഗത്തുനിന്ന് നഗരത്തിലേക്ക് വരുന്ന വാഹനങ്ങൾ ദ്വാരക ഹോട്ടൽ ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് മാരാ റോഡ് വഴി സർവീസ് നടത്തേണ്ടതാണ്. റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വാഹനങ്ങൾ KSRTC എമറാൾഡ് ജംഗ്ഷനിൽ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് പോകേണ്ടതാണെന്നും ട്രാഫിക് പോലീസ് അറിയിച്ചു. ഇന്ത്യൻ റെയിൽവേയുടെ എല്ലാ സേവനങ്ങളും ഒരേ പ്ലാറ്റ്ഫോമിൽ ലഭിക്കുന്ന ആപ്ലിക്കേഷൻ പരീക്ഷണാടിസ്ഥാനത്തിൽ റെയിൽവേ പുറത്തിറക്കി. സ്വറയിൽ എന്ന പേരിലാണ് ആപ്പിന്റെ ബീറ്റ പുറത്തിറക്കിയിട്ടുള്ളത്. പരീക്ഷണാടിസ്ഥാനത്തിലായതുകൊണ്ട് തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്നവരുടെ എണ്ണത്തിന് പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. റിസർവ് ചെയ്തും റിസർവ് ചെയ്യാത്തതുമായ ടിക്കറ്റ് ബുക്കിംഗുകൾ, പ്ലാറ്റ്ഫോം ടിക്കറ്റ്, പാഴ്സൽ ബുക്കിംഗ്, ട്രെയിൻ അന്വേഷണങ്ങൾ,
PNR അന്വേഷണങ്ങൾ വഴിയുള്ള സഹായം തുടങ്ങിയ സേവനങ്ങളെല്ലാം ഇതിലൂടെ ലഭ്യമാകും. ട്രെയിൻ ട്രാക്ക് ചെയ്യാനും ട്രെയിനിലേക്ക് ഭക്ഷണം ഓർഡർ ചെയ്യാനും ഈ ആപ്പിലൂടെ കഴിയും. വാണിജ്യം. വൈവിധ്യമാർന്ന വസ്ത്രശേഖരവുമായി കാലിക്കറ്റ് ഫാഷൻ ബസാറിന്റെ രണ്ടാമത്തെ ഔട്ട്ലെറ്റ് ചാവക്കാട് പ്രവർത്തനം ആരംഭിച്ചു. പ്രീതി ഗ്രൂപ്പ് കമ്പനിയുടെ 7ാമത് ഷോറൂമാണ് ചാവക്കാട് പ്രവർത്തനം ആരംഭിച്ചത്. വെഡ്ഡിംഗ് ഫ്ലോറിന്റെ ഉദ്ഘാടനം ഗുരുവായൂർ MLA NK അക്ബറും കിഡ്സ് ആൻഡ് മെൻസ് സെക്ഷന്റെ ഉദ്ഘാടനം ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്തും നിർവഹിച്ചു. പാണക്കാട് സയ്യിദ് സാദിഖ് ശിഹാബ് തങ്ങൾ മുഖ്യാതിഥിയായിരുന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൾ ഹമീദ് ആദ്യ വിൽപ്പന നടത്തി. ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള നറുക്കെടുപ്പ് വിജയികളായ 4 പേർക്ക് 1 വർഷത്തേക്ക് 25,000 രൂപയുടെ തുണിത്തരങ്ങൾ വാങ്ങാനുള്ള സുവർണാവസരവും ഒരുക്കിയിട്ടുണ്ട്. പ്രീതി ഗ്രൂപ്പ് ചെയർമാൻ PS സിറാജ്, ഡയറക്ടർമാരായ നൌഫൽ, നൌഷാദ്, ഷിനിയാസ്, റാഫി, സിയാദ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7,670 രൂപ, പവന് 61,360 രൂപ. വെള്ളി ഗ്രാമിന് 104 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,404 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ ശക്തൻ തമ്പുരാൻ പ്രതിമയുടെ പുനരനാച്ഛാദനം സംബന്ധിച്ച വിവാദം പുതിയ തലത്തിലേക്ക്. പ്രതീകാത്മക അനാച്ഛാദനം നടത്തി BJP. അനാച്ഛാദനത്തിന് ഇനിയില്ലെന്ന് മേയർ. പ്രതിഷേധവുമായി കോൺഗ്രസ്. താൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്കെതിരെ വ്യാജ വാർത്ത ചമച്ചെന്നാരോപിച്ച് സ്വകാര്യ വാർത്താ ചാനലിനെതിരെ മുൻ MLA അനിൽ അക്കരയുടെ പരാതി. സിറ്റി പോലീസ് കമ്മീഷണർക്കുൾപ്പെടെ പരാതി നൽകി അനിൽ അക്കര. കോൺഗ്രസ് BJP ബന്ധം വ്യക്തമായെന്ന് LDF കൺവീനർ KV അബ്ദുൾ ഖാദർ. കാന്നാണിയിൽ രോഗിയുമായി പോയ ആംബുലൻസിന്റെ വഴി തടഞ്ഞ 3 സ്വകാര്യ ബസ്സുകൾ കസ്റ്റഡിയിലെടുത്ത ബസ്സുകളുടെ പെർമിറ്റ് റദ്ദാക്കാനും ജീവനക്കാരുടെ ലൈസൻസും റദ്ദാക്കുന്നതിനുള്ള റിപ്പോർട്ട് പോലീസ് കൈമാറി. ഒരു വിഭാഗം KSRTC ജീവനക്കാർ ഇന്ന് അർദ്ധരാത്രി മുതൽ 24 മണിക്കൂർ പണിമുടക്കും. പ്രതിപക്ഷ യൂണിയനായ TDFന്റെ നേതൃത്വത്തിലാണ് പണിമുടക്ക്. റിസോർട്ട് കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് വിൽപ്പന നടത്തിയ യുവാവിനെ തൃശൂർ സിറ്റി ലഹരി വിരുദ്ധ സ്ക്വാഡും ഈസ്റ്റ് പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തു. മനക്കുടി സ്വദേശി പ്രണവാണ് അറസ്റ്റിലായത്. കരിങ്കല്ല് പണിയുടെ മറവിൽ MDMA വിൽപ്പന നടത്തിയാൽ കൊടുങ്ങല്ലൂരിൽ പിടിയിൽ. കാന്നാണിയിൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾ അനിശ്ചിതകാല സമരത്തിലേക്ക്. പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടാണ് 160ഓളം ഓട്ടോറിക്ഷകൾ സമരത്തിലേക്ക് നീങ്ങുന്നത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.